നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാവും പട്ടാമ്പിയിൽ 3 തവണ MLAയുമായിരുന്ന ശ്രീ CP മുഹമ്മദാണ്. നമസ്കാരം സാർ. നമസ്കാരം. സൗമ്യമായ പെരുമാറ്റം കൊണ്ടും മികവാർന്ന പ്രവർത്തനം കൊണ്ടും ജനഹൃദയങ്ങളിൽ ചേക്കേറിയ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. പട്ടാമ്പിയിൽ 3 തവണ തുടർച്ചയായി MLA ആയി പ്രവർത്തിച്ചു അല്ലേ? അതെ. പട്ടാമ്പിയുടെ വികസനം എന്ന് പറയുമ്പോൾ CP എന്ന ആ 2 അക്ഷരം എന്നും ചരിത്രം ഓർക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ടാമ്പിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ആ ഒരു കാലയളവിൽ ചെയ്ത കാര്യങ്ങൾ? മഹാനായ EMS നമ്പൂതിരിപ്പാട് തൊട്ട് പട്ടാമ്പിയിലെ ജനപ്രതിനിധികളുടെ കഥ പറയേണ്ടതുണ്ട്. EP ഗോപാലൻ, MP ഗംഗാധരൻ, ലീലാ ദാമോദര മേനോൻ, അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ഒന്നാംകിട നേതാക്കൾ എല്ലാം പ്രതിനിധീകരിച്ചൊരു മണ്ഡലമാണ് പട്ടാമ്പി. 2001 അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ MLA ആവുന്നത്. AV ഗോപിനാഥിന് കൊടുത്ത സീറ്റാണ്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചു തരികയാണ് ചെയ്തത്. 15 വർഷം, 2 വർഷങ്ങൾ കിട്ടി. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിലേറ്റവും വലുത്, ഇവിടെ MLA ആവുമ്പോൾ നടക്കാതെ പോയ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് പട്ടാമ്പി താലൂക്ക് എന്ന് ബഹുമാന്യനായ EMS നമ്പൂതിരിപ്പാട് ഒരിക്കൽ മാതൃഭൂമിക്ക് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞത് എല്ലാവർക്കും അറിയാം. ആ താലൂക്ക് യാഥാർത്ഥ്യമാക്കി. ആ താലൂക്ക് തരുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിക്ക് മറ്റു 11 താലൂക്കുകൾ കൂടി കൊടുക്കേണ്ടി വന്നു. കാരണം പട്ടാമ്പി താലൂക്കിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എല്ലാ MLAമാരും കലാപതുല്യമായ പ്രതിഷേധം ചെലുത്തി. അപ്പോൾ അങ്ങനെ ഒരു സർവേ നടത്തി അത്യാവശ്യം വേണ്ട 12 താലൂക്കുകളാണ് പ്രഖ്യാപിച്ചത്. അതാണ് ഏറ്റവും വലിയ നേട്ടവും. നിങ്ങൾ തൃത്താലക്കാർക്കും അത് ഏറ്റവും ഗുണകരമായ കാര്യമാണ്. പട്ടാമ്പിക്കാരേക്കാളേറെ തൃത്താലക്കാർക്കാണ്. ആ ആഗ്രഹത്തിൽ എൻ്റെ പ്രതീക്ഷ ഒതുങ്ങി നിന്നിരുന്നില്ല. പട്ടാമ്പി ആസ്ഥാനമായോ അല്ലെങ്കിൽ പട്ടാമ്പി ഉൾക്കൊള്ളുന്ന വള്ളുവനാട് ജില്ല വേണമെന്ന് കേരള നിയമസഭയിൽ ശക്തമായി ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. അതിന് അന്നത്തെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണ എനിക്ക് പിന്തുണ നൽകുകയും ചെയ്തു. പാലക്കാട് ജില്ല വലിയ ജില്ലയാണ്, 12 അസംബ്ലി മണ്ഡലം. മലപ്പുറം ജില്ല 16 അസംബ്ലി മണ്ഡലമാണ്. അപ്പോൾ ഇത് വയനാട് 3 അസംബ്ലി, കാസർഗോഡ് 5 അസംബ്ലി, ഇടുക്കി 5 അസംബ്ലി, അങ്ങനെ ജില്ലകളുള്ള സമയത്ത് ഈ ജില്ലകൾക്ക് ആനുപാതികമായി നൽകുന്ന വികസനത്തിൻ്റെ ഫണ്ട് ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല, അത് എല്ലാ ജില്ലകൾക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് പാലക്കാടിന് കിട്ടുന്ന വിഹിതം വളരെ കുറവാണ്, മലപ്പുറത്തിന് കിട്ടുന്ന വിഹിതം വളരെ കുറവാണ്. ചിലവർ മലപ്പുറം ജില്ലയെ 2ആയി വിഭജിക്കണം എന്ന് പറഞ്ഞ് ഉറവിളി കൂട്ടുന്നുണ്ട്. അതല്ല അതിൻ്റെ ശരി. പഴയ വള്ളുവനാടിൻ്റെ ആസ്ഥാനം അങ്ങാടിപ്പുറമായിരുന്നു. പെരിന്തൽമണ്ണ, മങ്കട, അതുപോലെ പൊന്നാനി താലൂക്ക് പലതും ആ താലൂക്കിൻ്റെ ഭാഗമായിരുന്നു. പട്ടാമ്പി, തൃത്താല, ഒറ്റപ്പാലം അതിൽ പെടുന്നതാണ്. ഒരു സാംസ്കാരിക ദേശീയത നോക്കുമ്പോൾ ആ ജില്ലയിൽ പെട്ട പ്രദേശങ്ങൾ ഒരുപോലെയാണ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷ വള്ളുവനാടൻ ഭാഷ, മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഭാഷയുടെ ഒരു സാദൃശ്യം ഈ വള്ളുവനാടൻ പ്രദേശത്ത് മൊത്തത്തിൽ ഒരുപോലെയാണ്. സംസ്കാരം, ജീവിത രീതി, എല്ലാ സമുദായങ്ങളുമുണ്ട്. ആ സമുദായങ്ങൾ വളരെ സ്നേഹത്തോടും സമാധാനത്തോടും ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് 4 അസംബ്ലി മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിൽ നിന്ന് 4 അസംബ്ലി മണ്ഡലങ്ങളും ചേർത്ത് ഒരു വള്ളുവനാട് ജില്ല രൂപവൽക്കരിക്കുക. ആ സ്വപ്നം എപ്പോഴും ബാക്കിയാണ്. അടുത്ത് ഞാൻ അതിനെ സംബന്ധിച്ചൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അത് വന്നാൽ ഈ പ്രദേശത്തിൻ്റെ വികസനം ഒന്നും കൂടി പൂർണ്ണതയിലേക്ക് എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ആസ്ഥാനം എവിടെയാണോ ഏകദേശ സെൻറ്റർ വരുന്നത് അവിടെ ആവട്ടെ.
അത് പട്ടാമ്പിയാണെങ്കിൽ പട്ടാമ്പി വരട്ടെ, അല്ല പെരിന്തൽമണ്ണ ആണെങ്കിൽ പെരിന്തൽമണ്ണ വരട്ടെ, അതിനെപ്പറ്റി ഒരു തർക്കത്തിന് പ്രസക്തിയില്ല. ജില്ല വരലാണ് കാര്യം. അങ്ങയുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുപക്ഷെ അങ്ങക്ക് ഇതിൽ കൂടുതൽ ഇടപെടാൻ പറ്റിയ UDF ഭരണം വരുമ്പോഴാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനുള്ള ഭരണം കിട്ടാനുള്ള ഒരു സാധ്യത, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ പ്രതീക്ഷിക്കുന്നത് UDFന് ഭരണം കിട്ടുന്നതാണ്. കാരണം 10 വർഷം തുടർച്ചയായി ഒരു പാർട്ടി ഭരിക്കുന്നത് കേരളത്തിൽ ആദ്യമാണ്. ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് UDF അധികാരത്തിൽ വരും. പക്ഷെ UDFൻ്റെ കാലത്ത് ജില്ല രൂപവൽക്കരിക്കുമ്പോൾ അത് വലിയ തർക്കത്തിലേക്ക് നീങ്ങും. അത് മലപ്പുറം ജില്ല 2ആയി വിഭജിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആസ്ഥാനം, ഇതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് ഈ സമയത്ത് ഇത് രൂപവൽക്കരിക്കുകയാണെങ്കിൽ വിവാദങ്ങളില്ലാതെ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങ് അടുത്ത ഒരു ഇലക്ഷനിൽ ഇപ്പോൾ മൊത്തത്തിൽ സംസ്ഥാനത്തെ കാര്യം പറഞ്ഞു, പട്ടാമ്പി മണ്ഡലത്തിന്റെ ഒരു സാധ്യത UDFന് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ UDFന് സാധ്യത ഉണ്ട്. ഇവിടെ UDFന്റെ ശക്തിക്ഷയം കൊണ്ടല്ല ഇവിടെ പരാജയപ്പെട്ടത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൻ്റെ സ്നേഹിതൻ ശ്രീകണ്ഠന് 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പട്ടാമ്പി മണ്ഡലത്തിലുണ്ട്, UDFനുണ്ട്. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ 7,000 ചില്ലറ വോട്ടിന് തോറ്റു. ഞാൻ മാറി ചെറുപ്പക്കാരൻ വരട്ടെ എന്ന് കരുതിയിട്ട് റിയാസ് മുക്കോളിക്ക് സീറ്റ് കൊടുത്തു. അദ്ദേഹം 18,000-ഓളം വോട്ടിൻ്റെ മൈനസിൽ തോറ്റു. അപ്പോൾ UDFൻ്റെ പിന്തുണക്കുറവല്ല ഇവിടെ ഉള്ളത്. അതിൻ്റെ മുഴുവൻ കാരണങ്ങൾ പറയുന്നതിൽ എനിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഞാനത് വെളിപ്പെടുത്തുന്നില്ല. സ്വന്തം പാളയത്തിലെ പട അതിലൊരു നിർണായകമായ ഘടകമാണ്. അല്ലെങ്കിൽ ഏത് കാലത്തും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല അരയിൽ കെട്ടുന്ന ചരടുകളും പാമ്പായി മാറിയിട്ടുണ്ട്. കോൺഗ്രസിനെ പലപ്പോഴും തോൽപ്പിക്കുന്നത് കോൺഗ്രസും മാത്രമല്ല, പട്ടാമ്പിയുടെ അനുഭവം വെച്ച് UDF മൊത്തത്തിൽ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നുള്ള നിലയിൽ ഒരു ഇലക്ഷൻ്റെ പടിവാതിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തുറന്നു പറയുന്നതിന് വിഷമമുണ്ട്. ഞാനതൊരു വിവാദമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ തോറ്റത് ഒരിക്കലും UDFൻ്റെ ശക്തിക്ഷയം കൊണ്ടല്ല. ഇനിയും മത്സരിച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 15,000 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് ഇവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഭയം കൊണ്ടല്ല. എനിക്ക് 2009-ലുണ്ടായ അതിഗുരുതരമായ ഒരു രോഗം, മരണത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശക്തിക്ഷയം എൻ്റെ നടത്തത്തിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. എൻ്റെ സംസാര ശക്തിക്ക് ഒരു കുറവുണ്ടായിട്ടില്ല, അപ്പോഴും പ്രസംഗത്തിനും ഒരു പ്രശ്നമല്ല. പക്ഷെ ഒരു ഇലക്ഷനാകുമ്പോൾ കിലോമീറ്ററുകൾ നടക്കേണ്ടി വരും. അപ്പോൾ നടക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തകന്മാരിൽ ചിലരെങ്കിലും ചോദിക്കും, എന്നാൽ പിന്നെ എന്തിനാ പണിക്ക് നിന്നത്? അങ്ങനെ പലരോടും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പുതിയ തലമുറ 3 ടേം പറഞ്ഞാൽ അത്ര നിസ്സാരമൊന്നുമല്ല. EMS ഇവിടെ 4-5 തവണ മത്സരിച്ചെങ്കിലും ഈ 15 കൊല്ലം പട്ടാമ്പിയിൽ നിന്ന് MLA ആയിട്ടില്ല. ആലത്തൂരിലെ കൂട്ടിയാലെ EMS ഇതാവും. ഇസ്മായിൽ 5 തവണ മത്സരിച്ചു, അദ്ദേഹം 15 കൊല്ലം പൂർത്തിയാക്കിയിട്ടുണ്ട്. EP 4 തവണ മത്സരിച്ചു, അദ്ദേഹം 9.5 കൊല്ലം മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇനി മത്സരത്തെക്കുറിച്ച്, മത്സരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ പ്രായത്തിലുള്ള ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഓടി നടന്ന് എല്ലാ സ്ഥലത്തും എത്തി ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ല. ആരോഗ്യമില്ലാതെ ഒന്നിന് പുറപ്പെടുന്നത് ശരിയല്ലല്ലോ. ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റം എന്തെങ്കിലും വരുമ്പോൾ ആലോചിക്കാന്നല്ലാതെ അതിന് സാധ്യതയില്ല. നമ്മളെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്നൊരു സമയമാണല്ലോ. പട്ടാമ്പിയിലത്തെ ഇപ്പോഴത്തെ ഒരു നഗരസഭയിലത്തെ ഇപ്പോഴത്തെ ഒരു
എന്താ പറയുക ഒരു അന്തരീക്ഷം? നഗരസഭ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്ന് കുറച്ച് പേര് സേവ് പട്ടാമ്പി എന്ന് പറഞ്ഞൊരു ഉണ്ടാക്കി അവർ 5-6 സീറ്റ് പിടിച്ചു. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നഗരസഭയുടെ ഭരണം നഷ്ടപ്പെട്ടത്. ഇക്കുറി അവരിൽ പലരും തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നത് UDF ഗുണകരമായി മാറും. പിന്നെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഭരണവിരുദ്ധ വികാരം തന്നെ, അത് സംസ്ഥാന ഗവൺമെൻറ്റിനോടും ഇവിടെയുള്ള മുനിസിപ്പൽ ഭരണത്തോടുമുള്ള വിരുദ്ധ വികാരം. കാര്യക്ഷമമായ ഒരു കാര്യവും പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവർ ചെയ്ത ഏക നല്ല കാര്യം പോലീസ് സ്റ്റേഷന് മുമ്പിൽ 4 ബസ് സ്റ്റോപ്പ് പണിതതാണ്. അതൊഴികെ ഒരു നേട്ടം ഞാൻ കാണുന്നില്ല. അവർ പറയുന്നത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് പുതിയ ആസ്ഥാനം ഉണ്ടാക്കിയെന്ന്. അതൊരു പരിഷ്കൃത സമൂഹത്തിലൊരു മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കർത്തവ്യമാണ് നല്ലൊരു ഓഫീസ്. അതൊരു എടുത്തു പറയേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ഈ സാഹചര്യത്തിലാണ് അങ്ങയുടെ ആ ഒരു കാലഘട്ടത്തിലെ ഉണ്ടാക്കിയിട്ടുള്ള പട്ടാമ്പിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് എടുത്തു പറയാവുന്ന? ഇപ്പോൾ നിലവിലുള്ള ഒരു സംഭവത്തിന് നമ്മൾ എന്താ പറയുക, വികസന പ്രവർത്തനങ്ങൾ വളരെയധികം ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത് അത്ര പറയാവുന്ന അത്ര അല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്ക് അത്രയാണോ എന്നുള്ളത് പട്ടാമ്പിയുടെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്ന് ജനങ്ങളുടെ കുടിവെള്ള പദ്ധതി. ഞാൻ MLA സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റോട് കൂടിയ കുടിവെള്ള പദ്ധതികളുടെ ഭരണാനുമതി വാങ്ങിയ സന്ദർഭത്തിലാണ് ഇലക്ഷൻ വന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ ഗവൺമെൻറ്റും ഇപ്പോഴത്തെ MLA ആണ്. കൊണ്ടുവന്നത് ഞാനാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം. അല്ലെ, കുടിവെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏറ്റവും, അതായത് ജനങ്ങളുടെ ആരോഗ്യം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആണല്ലോ. ഇപ്പോൾ പട്ടാമ്പിയിലെ ടൗണിലെ മുനിസിപ്പാലിറ്റി ഏരിയയിൽ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഇപ്പോൾ ട്രീറ്റ്മെന്റ് പ്ലാന്റോട് കൂടിയിട്ടുള്ള പദ്ധതികളാണെന്ന് തോന്നുന്നു അല്ലേ? അവിടുത്തെ നിലവിൽ ഇപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റിയിൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന ആ പ്ലാന്റ് എന്താ പറയുക, ശുദ്ധീകരണം നടക്കുന്ന ആ മെഷീനറി ഒക്കെ കംപ്ലൈന്റ് ആയി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആ ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ്. ഏത് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്നാലും അത് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതാത് കാലത്ത് ഭരണം നടത്തുന്ന ഗവൺമെന്റാണ്. അത് അവർ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ അന്ന് കൊണ്ടുവന്നത് ഒരു കുറ്റമല്ല. ആ സംഭവം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇപ്പം അത് മാറ്റേണ്ടതുണ്ട്. രണ്ടാമത് വൈദ്യുതി. പല പഞ്ചായത്തുകളിലും സെക്ഷൻ ഓഫീസ് ഉണ്ടായിരുന്നില്ല. എല്ലാ പഞ്ചായത്തിലും സെക്ഷൻ ഓഫീസ് കൊണ്ടുവന്നു. ഏറ്റവും ഒടുവിൽ ഉദ്ഘാടനം ചെയ്ത വിളയൂരാണ്. അത് സാക്ഷൻ ചെയ്ത് സ്ഥലം കിട്ടാത്തത് കൊണ്ട് ഇലക്ഷന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല. പട്ടാമ്പിയിൽ ഒരു ഡിവിഷൻ ഓഫീസ് കൊണ്ടുവന്നു. അത് തൃത്താല പട്ടാമ്പി പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി. ഈ മെറ്റീരിയൽസ് വിതരണം സർക്കിളുകൾക്കും ഡിവിഷനുകൾക്കുമാണ്. അപ്പം 3 സർക്കിള്, 3 പിന്നെ നിയോജകമണ്ഡലങ്ങളുള്ള ജില്ലയ്ക്കും 16 നിയോജകമണ്ഡലങ്ങളുള്ള ജില്ലയ്ക്കും മെറ്റീരിയൽസിൻ്റെ വിതരണം ഒരുപോലെയായിരുന്നു. അതുകൊണ്ടാണ് ഷൊർണൂർ ആസ്ഥാനമായി പടിഞ്ഞാറൻ മേഖലയ്ക്ക് ഒരു ഡിവിഷൻ, ഒരു സർക്കിള് വേണമെന്ന് പുറവിളി കൂട്ടിയത്. അത് ആര്യാടൻ്റെ കാലത്ത് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. കൊളപ്പുള്ളി, ആര്യാടനല്ല, കടവൂർ ശിവദാസൻ മന്ത്രിയായിരുന്ന കാലത്തെ അതിൻ്റെ സമ്മർദ്ദം തുടങ്ങിയിരുന്നു. അത് കൊളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തത്, പട്ടാമ്പിയിൽ ഡിവിഷൻ കൊണ്ടുവന്നത്. പിന്നെ എത്ര ട്രാൻസ്ഫോർമറുകൾ പുതുതായി പണിതു എന്നുള്ളത് പറയാൻ തന്നെ വയ്യ. അത്ര ട്രാൻസ്ഫോർമറുകൾ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന്. 4 സബ്സ്റ്റേഷനുകൾ, 110 kV സബ്സ്റ്റേഷൻ പട്ടാമ്പിയിൽ വന്നു. വല്ലപ്പുഴയിൽ 33 kV സബ്സ്റ്റേഷൻ വന്നു. വല്ലപ്പുഴയിലല്ല 33 kV സബ്സ്റ്റേഷൻ തിരുവേഗപ്പുറയിൽ വന്നു. വല്ലപ്പുഴയിൽ 110 kV സബ്സ്റ്റേഷൻ എൻ്റെ കാലത്ത് സാങ്ഷനായതാണ്. പക്ഷേ അവിടെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കൂടി തല്ലു തുടങ്ങി. അപ്പോൾ ഞാൻ ഇലക്ഷനായതുകൊണ്ട് നിർത്തിവെക്കാൻ പറഞ്ഞു. പുതിയ MLAയും പുതിയ ഭരണവും വന്നപ്പോൾ അത് കിഴായൂരിലേക്ക് മാറ്റി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ ഇത്രമാത്രം പുരോഗതി 15 കൊല്ലം കൊണ്ട് വന്ന വേറൊരു നിയോജകമണ്ഡലവും കേരളത്തിലില്ല.
അത് നല്ല ഹോംവർക്കിൻ്റെ ഫലമായിട്ടുണ്ടായത്. അപ്പോൾ വൈദ്യുതി അങ്ങനെ, കുടിവെള്ളത്തിൻ്റെ ഞാൻ പറഞ്ഞു. സംസ്ഥാനത്ത് റബ്ബറൈസ് തുടങ്ങിയ സമയത്ത് ഷൊർണൂർ പട്ടാമ്പി റോഡും പട്ടാമ്പി പ്ലാമന്തോൾ റോഡും, പട്ടാമ്പി പ്ലാമന്തോൾ റോഡ് അല്പം വൈകി, പക്ഷേ അത് വലിയ വിവാദത്തിലും പെട്ടു. അതിൻ്റെ കോൺട്രാക്ടർ വളരെ മോശമായ ട്രാക്ക് റെക്കോർഡുള്ള ആളായിരുന്നു. ടെൻഡർ കഴിഞ്ഞ അന്ന് പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചതിക്കപ്പെട്ടു, ഈ ചങ്ങാതി പേര് കേൾപ്പിച്ചേ പോവുള്ളൂ. അത് കേൾപ്പിക്കുകയും ചെയ്തു. അത് നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്കുള്ളിൽ അത് തകർന്നു. ഇതൊന്നും ഇപ്പോൾ MLA-മാരെ കയ്യിലല്ല. ഇപ്പോൾ പട്ടാമ്പി ഷൊർണൂർ റോഡ് പിന്നെ അതിൻ്റെ പണി ടെൻഡർ കഴിഞ്ഞു ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അത് എത്ര മാസം എടുത്തു, ഇപ്പോഴും പൂർത്തിയായിട്ടുണ്ടോ? ഇതൊക്കെ കോൺട്രാക്ടർമാരെ നന്നായാൽ പെട്ടെന്ന് അവർ തീർക്കും, അല്ലെങ്കിൽ മോശമാവും. പിന്നെ അല്ല, അന്ന് റബ്ബറൈസിങ് ചെയ്തിട്ടുള്ള റോഡ് ഇപ്പോഴാണ് പിന്നെ വീണ്ടും ഒരു മെയിൻ്റനൻസ് പോലും അതുകൊണ്ടുള്ള പട്ടാമ്പി വല്ലപ്പുഴ റോഡ് റബ്ബറൈസ് ചെയ്തു. പിന്നെ എൻ്റെ കാലത്ത് തന്നെ ഇവിടുന്ന് തിരുവേപ്പുറന്ന് കൈപ്പുറം വരെയുള്ള റോഡ് റബ്ബറൈസ് ചെയ്തു. വിളയൂരിൽ നിന്ന് കുപ്പൂത്ത് വരെയുള്ള റോഡ്, പാലോളിക്കുളമ്പ്, BMNBC ഇതൊക്കെ രണ്ടാം ഘട്ട. ഞാൻ സ്ഥാനം ഒഴിയുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ പറഞ്ഞതൊക്കെ ചെയ്തത്. ഷൊർണൂർ പട്ടാമ്പി റോഡും അതുപോലെ പട്ടാമ്പിന്ന് പുലാമന്തോൾ റോഡും ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ എവിടെ പല മണ്ഡലങ്ങളിലും അത് ചെയ്യുന്നതിന് മുമ്പ് പട്ടാമ്പിയിൽ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഒരുപാട് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാരെ കാലത്ത് പണിത ഇടിഞ്ഞു പൊളിയാറായ പട്ടാമ്പി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടമുണ്ടാക്കി. ഞാൻ പട്ടാമ്പിയിലെ വക്കീലന്മാർക്ക് വേണ്ടി ഒരു കെട്ടിടം വേണമെന്ന് പറഞ്ഞ് അത് കെട്ടിയിട്ടത് കൊണ്ട് ഈ ഫോക്സോ കോടതി ആലത്തൂർ വേണോ മണ്ണാർക്കാട് വേണോ പട്ടാമ്പി വേണോ എന്ന് അഭിഭാഷകർക്കിടയിലും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുമൊക്കെ വലിയ വിവാദമുണ്ടായി. അപ്പോൾ അത് പട്ടാമ്പി ലഭിക്കാനുള്ള കാരണം വക്കീലന്മാർക്ക് വേണ്ടി ഞാൻ പണിത കെട്ടിടം അവർക്ക് ഇഷ്ടമായി. അങ്ങനെ ആ കെട്ടിടത്തിലാണ് പോക്സോ കോടതി പണിതത്. പട്ടാമ്പി TBയിൽ അഡീഷണൽ ബ്ലോക്ക് കൊണ്ടുവന്നു. വലിയൊരു കാര്യം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ കുട്ടികളെ ബിരുദധാരികൾ എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റി SSLCയും PDCയും +2 കഴിഞ്ഞ കുട്ടികൾക്ക് ചേരാവുന്ന ഒരു ഡിപ്ലോമ കോഴ്സ് അവിടെ ആരംഭിച്ചു. ഭാവിയിൽ അതൊരു പോളിടെക്നിക്കാക്കി മാറ്റണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാനപ്പോഴേക്ക് ഒഴിഞ്ഞതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതിലേറെ പ്രധാനമാണ് 4 മേജർ പാലങ്ങൾ. അതിലൊരു പാലം ഷൊർണൂരിലെ ചെറുതുരുത്തി പാലമാണ്. ഞാനല്ല തുടങ്ങിയതിൽ K. രാധാകൃഷ്ണൻ തൊട്ട് പട്ടാമ്പിയിലുള്ള K. ഇസ്മായിലിന് വരെ പങ്കുണ്ട്. പക്ഷേ അത് ഗവൺമെൻറ്റുകൾ മാറി മാറി പുഴയിലിങ്ങനെ തൂണുകളായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ MLA വന്നത്. K. ശങ്കരനാരായണൻ ധനകാര്യമന്ത്രിയായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഷൊർണൂർക്കാരനാണ്, നിങ്ങളുടെ കൺമുമ്പിലാണ് അനേകം തൂണുകൾ ഇങ്ങനെ ഉയർന്നു നിന്ന് സ്റ്റേറ്റ് ഹൈവേയിലുള്ള ആ പാലം പൂർത്തിയാക്കാത്തത്, അതുകൊണ്ട് അതിന് ഫണ്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഫണ്ട് തന്നു. അത് എൻ്റെ ആദ്യത്തെ ടേമിൽ പൂർത്തിയാക്കി. അദ്ദേഹമല്ല ഉദ്ഘാടനം ചെയ്തത്, വകുപ്പ് മന്ത്രി MK മുനീർ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ, സാധാരണ MLA-മാരാണ് അധ്യക്ഷത വഹിക്കുക, പക്ഷേ മന്ത്രി ശങ്കരനാരായണൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത്തെ പാലം ഞാൻ MLA ആയ തൊട്ട മാസത്തിൽ പ്ലാമന്തോൾ പാലം പൊളിഞ്ഞു വീണു. ബ്രിട്ടീഷുകാർ പണിത പാലാണ്. പൊളിഞ്ഞു വീണ് പട്ടാമ്പി പെരിന്തൽമണ്ണ റൂട്ടിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ ഭയങ്കര പ്രശ്നമായി. അവസാനം MK മുനീറിനെ ക്ഷണിച്ചു. പ്ലാമന്തോൾ പരസ്യമായി മുനീറിനെ വാർത്താലേഖകരുടെ മുമ്പിൽ ഹാജരാക്കി. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്നേ ദിവസം തൊട്ട് 1 വർഷത്തിനുള്ളിൽ പ്ലാമന്തോളിൽ പുതിയ പാലം പണിതിരിക്കുന്നു. അങ്ങനെ പണിതു.
അതിലും മുനീറും ശങ്കരനാരായണനും പങ്കെടുത്താണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു കൊല്ലം തികഞ്ഞില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പം രണ്ടാമത്തെ പാലം. പിന്നെ കുന്തിപ്പുഴയിൽ ഈ കട്ടുപ്പാറ ഇട്ടക്കടവിൽ അതിൻ്റെ ഫണ്ട് പൈസ ഉണ്ടായിരുന്നില്ല. മുമ്പ് അതിനൊരു തറക്കല്ലിടൽ നാടകമൊക്കെ നടന്നിരുന്നു. പക്ഷെ അതിന് പൈസ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ എസ്റ്റിമേറ്റ് തന്നെ റിവൈസ് ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് ഇലക്ഷൻ വന്ന സമയത്ത് പാലം ഒന്നൊന്ന് വരുത്താൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു എസ്റ്റിമേറ്റ് ആയിരുന്നു. ഭരണാനുമതി രണ്ടാമത് വാങ്ങേണ്ടി വന്നു, സാങ്കേതികാനുമതി രണ്ടാമത് വാങ്ങേണ്ടി വന്നു. അങ്ങനെ ഇട്ടക്കടവ് പാലം പൂർത്തിയാക്കി. പിന്നെ വിളയൂർ പഞ്ചായത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ വളപുരത്തേക്ക് പോകാൻ ഒരു ഇതുണ്ടായിരുന്നില്ല. ഈ കുന്തിപ്പുഴ പറഞ്ഞാൽ വളരെ ആഴമുള്ള ഒരു നദിയാണ്. അപ്പോൾ അവിടെ കുട്ടികൾക്കും എടപ്പല ഹൈസ്കൂളിലേക്ക് വരുന്ന 100 കണക്കിന് കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്ന്, അവർക്ക് വേണ്ടി ഒരു പാലം പണിതു. പിന്നെ ചെക്ക് ഡാമുകൾ ഇപ്പോൾ വലിയ, നിങ്ങൾ വേനൽക്കാലത്ത് വന്നാൽ കുലുക്കല്ലൂർ പഞ്ചായത്തിലെ മപ്പാട്ട് കരയിലുണ്ടാക്കിയ ചെക്ക് ഡാം വലിയൊരു ടൂറിസ്റ്റ് പ്രദേശമായി വന്നിരിക്കുകയാണ്. ഈ വെള്ളം കെട്ടി നിൽക്കലും അവിടുത്തെ പ്രകൃതി ഭംഗിയും കാരണം മലപ്പുറം ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നും സ്ത്രീകളും കുട്ടികളും അടക്കം വേനൽക്കാലത്ത് വരുന്നൊരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാരക്കാട് ഭാരതപ്പുഴക്ക് കുറുകെ ചങ്ങണകുന്നല്ല, എന്തായാലും പറയാം, അവിടെ റെഗുലേറ്റർ പണിതിട്ടുണ്ട്. ആ റെഗുലേറ്റർ കൂടാതെ പട്ടാമ്പിയിലൊരു റെഗുലേറ്ററിനുള്ള എല്ലാ തീരുമാനവും ആയതാണ്. പിന്നെ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായില്ല. അപ്പോൾ അടുത്തൊരു വാർത്ത കണ്ടു, അത് വരാൻ പോകുന്നു. വന്നാൽ വളരെ അത്യാവശ്യമാണ്, നല്ലതാണ്. അപ്പോൾ ഈ ഭാരതപ്പുഴയിലെയും കുന്തിപ്പുഴയിലെയും ജലവിഭവങ്ങളുടെ ഉപയോഗ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ പുണ്യമായിട്ടുള്ളത് ഞാൻ കാണുന്നത് ഉമ്മൻചാണ്ടിയുടെ നിയോജക മണ്ഡലമായ പുതുപ്പള്ളിയേക്കാളേറെ ചികിത്സാ സഹായത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനം. കാരണം എൻ്റെ ഒരു സ്ഥിരം തൊഴിലായിരുന്നു ഈ ചികിത്സാ സഹായത്തിന് അപേക്ഷ വാങ്ങിക്കുക. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. മാർക്സിസ്റ്റുകാരനായാലും BJPക്കാരനായാലും കോൺഗ്രസ്സുകാരനായാലും ലീഗുകാരനായാലും ഒരേപോലുള്ള പരിഗണനയായിരുന്നു. അവരെ സുഖക്കേടിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ക്യാൻസർ രോഗികൾക്കൊക്കെ അവരുടെ അവസാന കാലത്ത് ആശ്വാസം നൽകുക, അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക്. അതിൽ ഉമ്മൻചാണ്ടി എനിക്ക് ചെയ്തു തന്ന സൗകര്യവും അദ്ദേഹം അതിന് എനിക്ക് നൽകിയ പിന്തുണയും വളരെ വലുതാണ്. ഞാൻ കൊണ്ടുപോകുന്ന ഒരു അപേക്ഷ പോലും ഒരു മാസം ആവറേജ് ഒരു 500 അപേക്ഷ വീതം 2 കൊല്ലം കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ സ്ഥിരം തൊഴിൽ അതിനായിരുന്നു ഏറ്റവും മുൻഗണന. അങ്ങനെ കൊണ്ടുവന്ന് ചികിത്സാ സഹായം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിലും വലിയൊരു കാര്യം തീർച്ചയായിട്ടും. പിന്നെ പട്ടാമ്പിയിലെ ഒരു ഡിസ്പെൻസറി മാത്രമായിരുന്ന ആശുപത്രി താലൂക്ക് ആശുപത്രിയാക്കി. ഞാൻ നിലനിന്നിരുന്നുവെങ്കിൽ തീർച്ചയായും അതൊരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിട്ട് മാറ്റുമായിരുന്നു. പക്ഷേ അതിന് അവസരം കിട്ടിയില്ല. വിദ്യാഭ്യാസ രംഗത്ത് പട്ടാമ്പി കോളേജിൻ്റെ സയൻസ് ബ്ലോക്കിനോളം വലിയൊരു കെട്ടിടം കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനുമില്ല, ഒരു യൂണിവേഴ്സിറ്റിക്കില്ല. ഞാൻ വെല്ലുവിളിച്ച് പറയണം. അത് ഉമ്മൻചാണ്ടി കോളേജിൻ്റെ 100-ാം വാർഷികത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, എനിക്ക് 3 കാര്യങ്ങൾ ചെയ്തു തരണം. ഒന്നൊരു സ്റ്റേഡിയം, മിനി സ്റ്റേഡിയം. രണ്ടാമത് സയൻസ് ബ്ലോക്ക്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും എൻ്റെ കാലത്ത് സാധിച്ചു. സയൻസ് ബ്ലോക്കിന് 32 കോടി രൂപയാണ് അന്ന് എസ്റ്റിമേറ്റ് ഉണ്ടായത്. അത് മുഖ്യമന്ത്രി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓരോ പദ്ധതി നടപ്പാക്കിയിരുന്നു. അതിൽ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അത് നേരിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും അതിൻ്റെ ടെൻഡർ നടപടികൾക്കും ഓഫീസിൽ അതിനായിട്ട് ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരെ ആ ചുമതല ഏൽപ്പിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ തറക്കല്ലിട്ടു. പണിയും പൂർത്തിയായി. പക്ഷെ ഞാൻ പരാജയപ്പെടുന്ന ഒരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഇന്ന് പലരും പൂർത്തിയാക്കാത്ത പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ ഇത് കെട്ടിടം പൂർത്തിയായിട്ട് പോലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതായിരുന്നു. അത് ഈ ഗവൺമെൻറ് വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്.
ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളേറെ ഞാൻ ഇലക്ഷനിൽ കൊടുത്തൊരു മുദ്രാവാക്യം നിങ്ങളുടെ വെളിപ്പുറത്തുള്ള MLA ആവുന്നതാണ്. അത് പട്ടാമ്പിക്കാരുടെ വെളിപ്പുറത്ത് മാത്രമല്ല, തൃത്താലക്കാരുടെ വെളിപ്പുറത്തും ഈ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്നവരുടെ വെളിപ്പുറത്തും പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ശേഷം വന്നവർ ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ എന്നോട് കാണിച്ച സമീപനം ഒരിക്കലും ഞാൻ അവരോട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വികസനം എന്ന് പറഞ്ഞാൽ ഭരണ തുടർച്ചയാണ്. ഇന്നൊരു MLA വരും, നാളെ വേറൊരു MLA വരും, ഇന്നൊരു MP വരും, നാളെ ഒരു MP വരും, ഇന്നൊരു ഗവൺമെൻറ് വരും, നാളെ ഒരു ഗവൺമെൻറ് വരും. എല്ലാവരുടെ കാലത്തും എല്ലാവരും കൂടി സഹകരിച്ച് വികസനത്തിലേക്ക് കുതിപ്പുണ്ടാക്കുക എന്നുള്ളതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച് മേനി നടിക്കാനൊന്നും ഞാൻ തയ്യാറില്ല. ഞാൻ എങ്ങനെയുള്ള MLA ആയിരുന്നു, എന്തെല്ലാം ചെയ്തു എന്ന് പട്ടാമ്പിയിലെ ജനങ്ങളാണ് ഒന്നാമതായി തീരുമാനിക്കേണ്ടത്. അവരുടെ തീരുമാനത്തിൽ എനിക്ക് ദോഷമുണ്ടാവില്ല. പിന്നെ പറ്റിയൊരു കാര്യം ഇനിയും തിരിച്ചു വരും എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എനിക്ക് അത് സാധിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ജില്ലാ ആസ്ഥാനം അല്ലെങ്കിൽ പട്ടാമ്പി ഉൾക്കൊള്ളുന്ന വേറൊരു ജില്ല ആ ഒരു പരിപാടിയുമായിട്ട് അത് സമരം ചെയ്തിട്ടാണെങ്കിൽ സമരം ചെയ്തിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ടാണെങ്കിൽ അങ്ങനെ. എനിക്കിപ്പോൾ ഞാൻ MLA ആവുമ്പോൾ UDFൻ്റെ ഗവൺമെൻറ് മാത്രമല്ല, ഞാൻ സമീപിച്ച ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റും എന്നോടൊരു വിവേചനം കാണിച്ചിട്ടില്ല. വികസനത്തിൻ്റെ കാര്യത്തിൽ പരമാവധി സഹായിച്ചിട്ടുണ്ട്.